പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് പിന്തിപ്പിക്കരുത് എന്നും ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ എത്രയും വേഗം ഹജ്ജിന് പുറപ്പെടാനുള്ള തീരുമാനമെടുക്കണം എന്ന വിഷയവുമാണ് കഴിഞ്ഞ ജുമുഅയുടെ പ്രഭാഷണത്തിൽ ജുമുഅയുടെ ഒരു പാഠമായി നാം പഠിച്ചത്. വളരെ ചെറുപ്പത്തിൽ ഹജ്ജ് എന്ന ഫറളിനെ പൂർത്തിയാക്കണമെന്നും പിന്തിപ്പിക്കുന്തോറും പടച്ചവന്റെ അടുക്കൽ നമ്മൾ ആ വിഷയത്തിൽ തെറ്റുകാരനായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നതിൻ്റെ വിശദീകരണങ്ങൾ വിവിധങ്ങളായ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമായവർക്ക് എത്രയും വേഗം ഹജ്ജ് അമൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് വലിയ ഒരു തൗഫീഖാണ്. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർക്കാണ് ഹജ്ജ് എന്ന് പറയുന്ന അമൽ നിർബന്ധമാവുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക. എന്നാൽ ഒരു ഹാജിക്ക് അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായി, ശക്തമായ ത്യാഗത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം മറ്റു ചില അമലുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹജ്ജിന് അല്ലാഹു വെച്ചിരിക്കുന്ന കൂലി, ഉംറയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന കൂലി, ഹജ്ജിനും ഉംറയ്ക്കും പുറപ്പെടാൻ സാധിക്കാതെ സാമ്പത്തികമായോ ശാരീരികമായോ പ്രയാസപ്പെടുന്നവർക്ക്, അതല്ല ഒരു തവണ ഹജ്ജിന് പോയി ഹജ്ജിന്റെ ഫർള് പൂർത്തിയായി, ഹജ്ജിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന കൂലിയും ഉംറയ്ക്ക് വെച്ചിരിക്കുന്ന കൂലിയുമെല്ലാം നാട്ടിൽ നിന്നുകൊണ്ട് ചില അമലുകളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന വളരെയധികം പുണ്യമുള്ള ചില അമലുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ജുമുഅയുടെ ഈ സന്ദേശവേളയിൽ അത്തരത്തിലുള്ള 10 അമലുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ 10 അമലുകൾക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയാണ്. അതും സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി. നിസ്സാരമായ അമലുകളാണ്. നിഷ്കളങ്കമായ നിലയിൽ ആ അമലുകൾ നമ്മൾ ചെയ്താൽ പടച്ചവന്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം ത്യാഗത്തോടെ, വലിയ കഷ്ടപ്പാടോടുകൂടി ഒരു ഹാജി നിർവഹിക്കുന്ന പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ആ അമലുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഓഫർ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ആ ഓഫർ തേടി യാത്രയാവുകയും, പോകുന്ന യാത്രാക്കൂലി എത്ര വലുതാണെങ്കിൽ പോലും അവിടെ നമുക്ക് വില കുറച്ച് കിട്ടുമല്ലോ, ആ ഓഫർ നേടിയെടുക്കാൻ കഴിയുമല്ലോ എന്ന ധാരണയിൽ ഓഫറുകൾ തേടി നടക്കുന്നവരാണ് പൊതുവെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഉപഭോക്തൃ മനസ്സ് എന്നത്. സഹോദരങ്ങളെ, നിസാരമായ അമലുകൾ കൊണ്ട് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ചുരുങ്ങിയ അമലുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂക്ഷ്മതയോടെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. അതിലാദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ല, അത് സാമ്പത്തികമായ ശേഷിയില്ലായ്മയായിരിക്കാം, അതല്ലെങ്കിൽ ശാരീരികമായ അവശതകളായിരിക്കാം. ശാരീരികമായ അവശതകൾ കൊണ്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത, ശക്തമായ ആഗ്രഹമുണ്ടായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സാമ്പത്തികമുണ്ട്, ശാരീരികമായി അവിടെ എത്താൻ കഴിയില്ല. ഒരുപാട് അസുഖങ്ങളിൽ പ്രയാസപ്പെടുന്നവർ. സഹോദരങ്ങളെ, ആദ്യമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിഷ്കളങ്കമായ ഒരു ആഗ്രഹം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ, അയാളുടെ ആഗ്രഹം നിഷ്കളങ്കമാണ്,
നിഷ്കളങ്കമായ ആഗ്രഹത്തിൽ, നിഷ്കളങ്കമായ നീയത്തിൽ ഹജ്ജിനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാജിയുടെ പ്രതിഫലം അവന്റെ നീയത്തിലൂടെ അല്ലാഹു തആല അവന് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ നീയത്ത് എന്തായിരിക്കണം? സൂത്രമാകരുത്. ആ നീയത്ത് എന്താവരുത്? ഒരു സൂത്രപ്പണിയാവരുത്. ആ നീയത്ത് നിഷ്കളങ്കമായ നീയത്തായിരിക്കണം. സാമ്പത്തികമില്ല, ഹജ്ജ് നിർബന്ധമാവുകയില്ല. ശാരീരികമായ സൗഖ്യമില്ല, അപ്പോഴും ഹജ്ജ് നിർബന്ധമാവുകയില്ല. ഈ അവസ്ഥയിൽ ഒരാളുടെ മനസ്സിന് വല്ലാത്ത കൊതിയാണ്. ആ കൊതിയുടെ ആഗ്രഹത്തിന്റെ ഭാവം, അല്ലാഹുവേ നീ എനിക്ക് ആരോഗ്യം നൽകിയിരുന്നുവെങ്കിൽ, പടച്ചവനെ നീ എനിക്ക് സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും ഹജ്ജിലേക്ക് എത്തുമായിരുന്നു. തീർച്ചയായും ഞാൻ ആ അമൽ എത്രയും വേഗം തന്നെ നിർവഹിക്കുമായിരുന്നു. അയാളുടെ മനസ്സിൽ നിഷ്കളങ്കമായ ആ ഒരു ചിന്തയുണ്ട്. തീർച്ചയായും ആ മനുഷ്യൻ അല്ലാഹു തആല ഹജ്ജിന്റെ കൂലി നൽകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന വാഗ്ദാനമാണ്. അത് ഹജ്ജിന്റെ മാത്രമല്ല, അത് ഏത് അമലിന്റേതാണെങ്കിലും നിഷ്കളങ്കമായ നീയത്തുണ്ടെങ്കിൽ അല്ലാഹു തആല അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കും എന്നാണ്. നീയത്തിന് ദീനുൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരിക്കൽ ജിഹാദിനു വേണ്ടി പുറപ്പെട്ട, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സ്വഹാബാക്കളോട്, ആ സംഘത്തിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചാലും, നിങ്ങൾ എത്ര വലിയ മലമടക്കുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും, നിങ്ങൾക്ക് എത്ര വലിയ മലഞ്ചെരിവുകളെ ഈ യാത്രയിൽ താണ്ടേണ്ടി വന്നാലും, നിങ്ങൾ എത്ര ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം പ്രതിഫലം പോലത്തെ പ്രതിഫലം മദീനയിൽ ഇരിക്കുന്ന ചില ആളുകൾ നേടിയെടുക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഫിൽ അജ്ർ. നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിന്റെയും കൂലി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കാരണം ഹബസഹും അൽ മറൽ, അവർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാതിരുന്നത് ഏതെങ്കിലും അടവിന്റെ പേരിലല്ല, എന്തെങ്കിലും സൂത്രത്തിന്റെ പേരിലല്ല, മറിച്ച് അസുഖം കാരണമാണ് അവർക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയാതെ പോയത്. അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നേടിയെടുക്കുന്ന പ്രതിഫലം അവർ മദീനയിൽ ഇരുന്നു കൊണ്ട് നേടിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, രക്തസാക്ഷിയാവുക എന്നത് എത്ര വലിയ ഒരു അമലാണ്, എന്തു വലിയ ഒരു ഭാഗ്യമാണ്. നീയത്തിലൂടെ ഒരാൾക്ക് രക്തസാക്ഷിയാകാൻ കഴിയും. സൂത്രമാവരുത് എന്ന് മാത്രം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ നിഷ്കളങ്കമായി അല്ലാഹുവിനോട് ഷഹാദത്തിനെ ചോദിക്കുന്നു, സത്യസന്ധനായ നിലയിൽ. മൻ സഅലല്ലാഹ അശ്ശഹാദത വഹുവ സ്വാദിഖ്. സത്യസന്ധനായ അവസ്ഥയിൽ ഒരാൾ അല്ലാഹുവിനോട് രക്തസാക്ഷിത്വത്തെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ അവന്റെ വീട്ടിൽ അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അല്ലാഹു അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഇവിടെ വർക്കാവുന്നത് സഹോദരങ്ങളെ? അവിടെ വർക്കാകുന്നത് അല്ലാഹുവിനോടുള്ള അയാളുടെ നിഷ്കളങ്കമായ നീയത്താണ്, ആഗ്രഹമാണ്. ആ അമലിനോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ ഒരു പ്രതിബദ്ധതയാണ്. എത്തിപ്പെടാൻ കഴിയുന്നില്ല, നിർവഹിക്കാൻ സാധിക്കുന്നില്ല, അതിനൊരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും. അതേപോലെയാണ് ഒരാൾ നിഷ്കളങ്കമായ നിലയിൽ ഹജ്ജിനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അയാളുടെ നിഷ്കളങ്കതയുടെ പേരിൽ, അയാളുടെ ആഗ്രഹത്തിന്റെയും നീയത്തിന്റെയും പേരിൽ അയാൾക്ക് അല്ലാഹു തആല ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു അമൽ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഓർത്തു വെക്കേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് കുറിച്ചു വെച്ചോളൂ. ഈ 10 അമലുകൾ ചെറിയ നിസ്സാരമായ അമലാണ്, പക്ഷെ കൂലി ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ത്യാഗത്തിൽ കിട്ടുന്ന കാര്യമല്ല. വലിയ ത്യാഗം, വലിയ കഷ്ടപ്പാട് അനുഭവിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അതിനെ നാട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഈ അമലുകളിലൂടെ നേടിയെടുക്കാൻ കഴിയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അമൽ, പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നവന്
ഒരു ഹാജിയുടെ പ്രതിഫലം ലഭിക്കും എന്നാണ്. നിങ്ങൾക്കറിയുമോ, ജമാഅത്തായി ഒരാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തയ്യാറായാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആ അമലിന് ഹജ്ജിന്റെ പ്രതിഫലം നൽകുമത്രേ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ഒരാൾ വുളൂ ചെയ്തുകൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, വുളൂ ചെയ്തുകൊണ്ട് അയാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇല സ്വലാത്തിൽ മക്തൂബ, ഏതെങ്കിലും ഒരു ഫർളായ നിസ്കാരത്തിന് വേണ്ടിയിട്ട് അയാൾ തന്റെ വീട്ടിൽ നിന്ന് വുളൂവോടുകൂടി പുറപ്പെട്ടാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാം കെട്ടിയ ഒരു ഹാജിക്ക് അല്ലാഹു തആല എന്തെല്ലാം പ്രതിഫലങ്ങൾ നൽകുമോ, ജമാഅത്തായി നിസ്കരിക്കാനുള്ള അയാളുടെ ആ ശ്രമത്തിന്, ആ തയ്യാറാകലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം നൽകുമെന്ന്, ഒരു ഹാജിയുടെ കൂലി നൽകുമെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഹജ്ജിന് പോകണ്ടല്ലോ, എല്ലാ വക്തും പള്ളിയിലൊന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരാൾക്ക് ആ അമലിന് അല്ലാഹു തആല നൽകുന്ന കൂലിയുടെ വണ്ണമാണത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തായി, പുരുഷന്മാർക്ക് സഹോദരങ്ങളെ പള്ളിയിലെ നിസ്കാരമുള്ളൂ, വീട്ടിൽ നിസ്കാരമില്ല. നമ്മൾ വിചാരിക്കും വീട്ടിലാണെങ്കിലും നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന്. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലെ നിസ്കാരമുള്ളൂ. പള്ളിയിൽ എത്തപ്പെടാൻ കഴിയുമെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജമാഅത്ത് ഒഴിവാക്കുന്നത്, പള്ളിയിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നത്, ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകലാണ്. ചില ആളുകൾ വലിയ ഗർവോടെ പറയും, ഞാൻ വീട്ടിൽ നിസ്കരിച്ചു എന്ന്. വീട്ടിൽ നിസ്കരിച്ചു എന്ന് പറയുന്നത് ഗർവൊന്നുമല്ല, ഫർള് ഒഴിവാകാനുള്ള ഒരു വഴി മാത്രമാണ്. ഫർള് ഒഴിവാകും, ഫർള് വീടും. അയാളുടെ നിസ്കാരത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും വലിയ പ്രതിഫലം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഒരാൾ വുളൂവോടുകൂടി തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അയാൾക്ക് ഒരു ഫർളായ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ അവന് ഹജ്ജിന്റെ കൂലി ലഭിക്കും, ഒരു ഹാജിയുടെ പ്രതിഫലം അവൻ ഉണ്ടാകും. എന്നിട്ട് ആ ഹദീസിൽ നബി തങ്ങൾ മറ്റൊരു അമലും കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ, ളുഹാ നിസ്കാരം ഉണ്ടല്ലോ, ആ പ്രഭാത സമയത്തെ ളുഹാ നിസ്കാരം, നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഏകദേശം നമ്മുടെ നാട്ടിലെ നമ്മുടെ ടൈം ബേസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 7:30 മണി മുതൽ ആരംഭിക്കുന്ന ളുഹായുടെ സമയം ഒരു 11, 11:30, 11:45 വരെയൊക്കെ അതിന്റെ സമയം നീണ്ടു നിൽക്കും. ളുഹാന്റെ സുന്നത്തായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ ഒരൊറ്റ അമലിലൂടെ അവന് ഒരു ഉംറയുടെ കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉംറയുടെ പ്രതിഫലം ളുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. സഹോദരങ്ങളെ, നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുള്ള ചെറിയ ചെറിയ അമലുകൾ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സഹോദരങ്ങളോട്, ഈ ഇരിക്കുന്നവരോട്, നമ്മളിൽ എത്ര പേർ സ്ഥിരമായി ളുഹാ നിസ്കരിക്കുന്നവരുണ്ട് എന്ന്? വളരെ വിരളമായിരിക്കും. ളുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലം പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് അശ്രദ്ധരാണ് സഹോദരങ്ങളെ. പ്രിയപ്പെട്ടവരെ, ളുഹാ നിസ്കാരത്തിന് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ അമൽ, ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന മൂന്നാമത്തെ അമൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ സുബഹി നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തായി സുബഹി നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മൻ സല്ല സ്വലാത്തൽ ഗദാത്തി ഫീ ജമാഅ, ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം സുമ്മ ഖഅദ ഫിൽ മസ്ജിദി, എന്നിട്ട് അവൻ പള്ളിയിൽ തന്നെ ഇരുന്നു. ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ യദ്കുറുല്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ അയാൾ മുസല്ലയിൽ തന്നെ ഇരുന്നു. അയാൾ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടി, പള്ളിയിൽ അയാൾ ദിക്റിലായി കഴിഞ്ഞുകൂടി. എന്നിട്ട് സുബഹിയുടെ സമയത്തിന് ശേഷം, സൂര്യോദയത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് അയാൾ നിസ്കരിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ലഭിക്കുമെന്ന്.
അമൽ ചെറിയ അമലാണ്. സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് ദിക്റിലായി കഴിഞ്ഞുകൂടുന്നു. സൂര്യോദയം വരെ ഏകദേശം ഒരു 20-25 മിനിറ്റ് ഉണ്ടാവും. ആ സൂര്യോദയം വരെ അയാൾ ദിക്റിലായി കഴിഞ്ഞുകൂടുന്നു. രാവിലെയുള്ള ദിക്റുകൾ പൂർത്തിയാക്കുന്നു. സൂര്യോദയത്തിന് ശേഷം അയാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഇഷ്റാഖിന്റെ നിസ്കാരം എന്നാണ് സാധാരണ നിലയിൽ ആ നിസ്കാരത്തെ പറയപ്പെടുക. ഇഷ്റാഖും ളുഹായും ഒന്നാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ് പ്രബലമായ അഭിപ്രായം. ഏതായാലും അവിടെ 2 റക്അത്ത് നിസ്കാരം സൂര്യോദയത്തിന് ശേഷം അയാൾ നിർവഹിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം സഹോദരങ്ങളെ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ റിവായത്തിൽ ഒരു വാക്കും കൂടി ആവർത്തിക്കുന്നുണ്ട്. അത് താമ്മത്തിൻ 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 എന്ന വാക്കാണ്. സമ്പൂർണമായ 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 ഹജ്ജിന്റെയും ഉംറയുടെയും കൂടി ഈ അമല് കൊണ്ട് ആ വ്യക്തിക്ക് നൽകപ്പെടുമെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു അവറുകൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിബിധങ്ങൾ സമ്പൂർണമായ ഹജ്ജ് എന്ന് സമ്പൂർണമായ ഉംറ എന്ന് പറയണമെങ്കിൽ സഹോദരങ്ങളെ അതിന്റെ പ്രതിഫലം എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കണം. ഹാജിമാർ അൽഹംദുലില്ലാ വലിയ ത്യാഗം ചെയ്ത് ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കാത്തവർക്ക് ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ അമലുകളാണ് ഇപ്പറയുന്ന അമലുകൾ. 4ാമത്തെ അമൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് റമളാനിൽ ചെയ്യുന്ന ഉംറയാണ്. ഹജ്ജിന് പുറപ്പെടാൻ സാങ്കേതികമായി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, ഉംറയ്ക്ക് പുറപ്പെടാൻ സാധിക്കും. ഒരാൾ റമളാനിൽ ഉംറ നിർവഹിച്ചാൽ ഈ അമലിന് ഒരു സംഭവവുമായി ഒരു ബന്ധമുണ്ട്. ഉമ്മു സിനാൻ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ഒരു സഹാബിയായ വനിത, അവരുടെ ഭർത്താവും മകനുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹജ്ജിന് യാത്രയായവരിൽ പെട്ടവരാണ്. ഉമ്മു സിനാൻ റളിയല്ലാഹു തആല അൻഹയോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ചോദിച്ചു എന്നാണ്, അഫലാ ഹജ്ജസ്തി മഅന, ഞങ്ങളോടൊപ്പം ഹജ്ജിന് നിനക്കും വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആകെ 2 ഒട്ടകങ്ങളെ ഉള്ളൂ നബിയെ. ഒരൊട്ടകത്തിലാണ് ഭർത്താവും മകനും യാത്രയാകുന്നത്. 2ാമത്തെ ഒട്ടകം ഞങ്ങളുടെ സേവകൻ തോട്ടം നനയ്ക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകമാണ്. അതുകൊണ്ട് വാഹന സൗകര്യമില്ല. അതുകൊണ്ടാണ് അവർ 2 പേരും യാത്രയാകുന്നത്. ഞാൻ വീട്ടിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഈ സൗകര്യക്കുറവ് മനസ്സിലാക്കിയിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഉംറത്തുൻ ഫീ റമളാൻ കഹജ്ജത്തിൻ മഈ എന്ന്. റമളാനിൽ ഒരു ഉംറ നിർവഹിക്കൽ എന്നോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിന്റെ കൂലി അതിനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഹജ്ജ് ചെയ്യുന്ന കൂലിയാണ് റമളാനിൽ ചെയ്യുന്ന ഉംറയ്ക്ക് എന്ന് ഈ ഹദീസിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കാറുണ്ട്, ഇതെന്താണ് 27ാം രാവിന് ഹറമിൽ ഇത്രയും തിരക്ക് എന്ന്. എന്തുകൊണ്ടാണ് റമളാനിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത നിലയിൽ റമളാനിൽ പരിശുദ്ധമായ ഹറമിങ്ങനെ നിറഞ്ഞു കവിയുന്നത് എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. സഹോദരങ്ങളെ, അതിന് ഈ പ്രതിഫലമുള്ളത് കൊണ്ടാണ്, അതിനെ കൊതിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പുണ്യമായ ഹറമുകളിലേക്ക് റമളാനിൽ ഒഴുകുന്നത്. റമളാനിലെ ഉംറ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഹജ്ജ് ചെയ്യുന്ന കൂലിയാണ്. ഈ ഹദീസ് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം, അതിനെ മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റമളാനിൽ ഹജ്ജ് ചെയ്താൽ മതിയല്ലോ, റമളാനിൽ ഉംറ ചെയ്താൽ മതിയല്ലോ, ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നതിനെ മനസ്സിലാക്കരുത്. റമളാനിലെ ഉംറയുടെ കൂലിയാണത്. ഹജ്ജ് നിർബന്ധമായവൻ ഹജ്ജ് തന്നെ ചെയ്യണം. ഇത് ആ പ്രതിഫലമാണ്. ആ പ്രതിഫലം പരിശുദ്ധ റസൂലിനോടൊപ്പം ഹജ്ജ് ചെയ്യുന്ന കൂലിയാണ് റമളാനിലെ ഉംറയ്ക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു അമലാണ് 5ാമത്തെ അമൽ. ആ അമലിനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ അമൽ എന്താണെന്നറിയുമോ? ചില പാവങ്ങളായ സഹാബാക്കൾ, ഫുഖറാക്കളായ ദരിദ്രരായ പാവങ്ങളായ ചില സഹാബാക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വലിയ പരാതി പറഞ്ഞു. റഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസാണ്. നബിയെ, ഈ സമ്പത്തുള്ള ആളുകൾ കൂലികളെല്ലാം കൊണ്ടുപോവുകയാണല്ലോ. അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്.
ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ജിഹാദിൽ പുറപ്പെടാൻ കഴിയുന്നു. അതിനുള്ള സംവിധാനം, സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കതില്ല. അവർ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നു നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല. പണക്കാർക്ക് കൂലി കൂടുതൽ ലഭിക്കുന്നുണ്ടല്ലോ നബിയെ, പാവങ്ങളായ ഞങ്ങൾക്ക് കൂലി കുറവാണല്ലോ, അമലുകളെല്ലാം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചില സഹാബാക്കൾ നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അമൽ പഠിപ്പിച്ചു തരാം. ആ അമൽ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഈ സമ്പന്നരായ സഹാബാക്കൾ ചെയ്യുന്നത് പോലെയുള്ള കൂലി, തീർച്ചയായും അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് അവർ ചെയ്യുന്ന അമലിന്റെ കൂലി നിങ്ങൾക്ക് ഈ അമല് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല, ആ അമൽ നിങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമർ നിങ്ങൾ തന്നെയായിരിക്കും എന്ന് പ്രവാചകർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അമൽ എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അമൽ ഇതാണ്. എല്ലാ വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ 33 തവണ സുബ്ഹാനല്ലാഹ് പറയണം, 33 തവണ അൽഹംദുലില്ലാഹ് പറയണം, 33 തവണ നിങ്ങൾ അല്ലാഹു അക്ബർ പറയണം. ഈ അമൽ നിങ്ങൾ നിർവഹിച്ചാൽ സമ്പന്നരായ ആളുകൾ അവരുടെ ഹജ്ജിലൂടെ, അവരുടെ ജിഹാദിലൂടെ, അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ഏതെല്ലാം നന്മകൾ അവർ നേടിയെടുക്കുന്നുണ്ടോ ആ നന്മകൾ മുഴുവനും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് സാധുക്കളായ സഹാബാക്കളുടെ മനസ്സിനെ തണുപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതും സമ്പന്നരായ സഹാബാക്കൾ അറിഞ്ഞു. അവരും തസ്ബീഹും സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ഒക്കെ അവരും പറയാൻ തുടങ്ങി. അപ്പോൾ ഈ പാവങ്ങളായ സഹാബാക്കൾ വീണ്ടും നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു. അത്രേ, തങ്ങളെ അവരും ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞതായെന്ന്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഔദാര്യമാണ്. നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന അമലുകൾ നിങ്ങൾ നിർവഹിക്കൂ എന്ന് പ്രവാചകർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പഠിപ്പിച്ചു കൊടുത്തു. ഏത് അമലാണ് സഹോദരങ്ങളെ? സുബ്ഹാനല്ലാഹ് 33 തവണ പറയാൻ വലിയ പ്രയാസമുണ്ടോ? അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ വലിയ പ്രയാസമുണ്ടോ? കൃത്യമായി 5 വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇത് ദായിമാക്കിയാൽ അതിന് ലഭിക്കുന്ന കൂലിയും ഈ ഹജ്ജിന്റെയും ഉംറയുടെയും സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് നേടിയെടുക്കുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകളുടെ പ്രതിഫലം സാധുക്കളായ ആളുകൾക്ക്, ഹജ്ജിനൊക്കെ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക്, അത് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ അമലുകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആറാമത്തെ ഒരു അമൽ, 5 എണ്ണമായി, ആറാമത്തെ ഒരു അമൽ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഇന്നലക്കും ഫീ കുല്ലി ജുമഅത്തിൻ ഹജ്ജത്തുൻ വ ഉംറ. നബിതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഹജ്ജും ഉംറയും നേടിയെടുക്കാനുള്ള അവസരമുണ്ട് എന്ന്. സാധാരണ നിലയിൽ എത്ര വലിയ സമ്പത്തുള്ളയാളാണെങ്കിലും അയാൾക്ക് എല്ലാ മാസവും ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാ പിന്നെ എല്ലാ മാസവും ഹജ്ജിന് പോയേക്കാം എന്ന് പറയാൻ കഴിയില്ലല്ലോ. വർഷത്തിലൊരിക്കലല്ലേ ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. നബിതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഹജ്ജും ഉംറയും നേടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി പറഞ്ഞു, ഫൽ ഹജ്ജതു, വെള്ളിയാഴ്ച ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നത് ലിൽ ഹജീരി ഇലൽ ജുമുഅ, ജുമുഅയിലേക്ക് നേരത്തെ വരുന്നവർക്കാണ് എന്ന്. ജുമുഅ നിസ്കാരത്തിന് നേരത്തെ വരുന്നവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ പള്ളിയിൽ അൽഹംദുലില്ലാഹ് അത്തരത്തിൽ സുന്ദരമായ ചില കാഴ്ചകളുണ്ട്. ജുമുഅയ്ക്ക് നേരത്തെ വരുന്ന ചില കാരണവന്മാരായ ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയുടെ ഏറ്റവും വലിയ അലങ്കാരമാണ്. നിങ്ങൾക്കറിയുമോ, രാവിലെ സുബഹി നിസ്കാരവും തഅലീമും കഴിഞ്ഞ് റൂമിലെത്തി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് കഴിയുന്നതിനിടയിൽ ജുമുഅയ്ക്ക് വേണ്ടി പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ നമ്മുടെ പള്ളിയിലുണ്ട്. പേര് പറയൽ അദ്ദേഹത്തിന് പൊരുത്തമാകുമോ ഇല്ലയോ എന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. ഒരു 6:45 7 മണിയാകുമ്പോ ജുമുഅയ്ക്ക് വേണ്ടി ആ സഹോദരൻ ഈ പള്ളിയിൽ ഉണ്ടാകും. എല്ലാ ദിവസവും, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ 8 മണിക്ക് മുമ്പായി എത്തുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്നോട് പറഞ്ഞത് 20 വർഷമായി ഞാൻ ആ സമയത്താണ് പള്ളിയിൽ ജുമുഅയ്ക്ക് വരുന്നത് എന്നാണ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കുക, ഹജ്ജിന്റെ പ്രതിഫലം ഓരോ ആഴ്ചയും നേടിയെടുക്കാൻ കഴിയുന്ന. ഞാൻ ഇതേ വിഷയം ഇതിനു മുമ്പൊരു വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. അപ്പൊ രാവിലെ ഈ 6:30 വരുന്ന അണ്ണനുണ്ടല്ലോ,
ആ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മുതലാണ് 6:30 വരാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, തന്നെയാണ് അണ്ണനിച്ചിരി നേരത്തെയാണല്ലോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞത്, മറ്റേ അദ്ദേഹത്തിനേക്കാൾ മുമ്പേ എനിക്ക് എത്തണം, ഒരു മത്സരം, ഒരു വാശിയാണ് ഉസ്താദേ എന്നാണ്. നല്ല കാര്യങ്ങളിൽ മത്സരിക്കണം സഹോദരങ്ങളെ, നല്ല കാര്യങ്ങളിൽ മത്സരിക്കണം. അതുകൊണ്ട് ആ രണ്ടാമത്തെ അണ്ണൻ വരുന്നതിന് മുമ്പേ തന്നെ ഈ അണ്ണൻ ഇവിടെ എത്തും. മാഷാ അല്ലാഹ്, ഞാൻ കാര്യം പറഞ്ഞതാണ്. 6:45 അല്ലെങ്കിൽ 7 മണിക്കുള്ളിൽ ഇവിടെ അങ്ങനെ ജുമാക്ക് വരുന്ന എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഹജ്ജിന്റെ പ്രതിഫലമാണ് ജുമാക്ക് നേരത്തെ വരുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. നബി തങ്ങളുടെ കാലത്ത് ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവരായിരുന്നു അധികവും സഹാബാക്കൾ. അങ്ങനെയുള്ളവർക്ക് തിരിച്ച് അസർ നിസ്കാരത്തിന് പലപ്പോഴും അവരുടെ നാട്ടിലെത്താൻ, ജമാഅത്തിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും പറഞ്ഞു, ജുമാഅയ്ക്ക് ശേഷം അസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അത് അക്കാലത്തെ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അവർക്കൊരു ഉംറയുടെ കൂലിയുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരു ഹജ്ജും ഒരു ഉംറയും നേടിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഏഴാമത്തെ അമൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവർക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട് എന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനൊരു ചെറിയ സംഭവം തെളിവായി ഉദാഹരണമായി പറയാം. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അവர்கள், നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു അവர்கள் തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ, ഒരു സഹാബി വന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കൂടെ ഒന്ന് വരുമോ? ഒരാളുടെ ഒരു കാര്യത്തിന്, ഒരു ആവശ്യത്തിന് കൂടെ പോകുവാൻ വേണ്ടിയിട്ടാണ്, എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഹസൻ റളിയല്ലാഹു തആല അൻഹു തവാഫ് നിർത്തിയിട്ട് ആ വിളിച്ചയാളുടെ കൂടെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തവാഫ് വീണ്ടും ആരംഭിച്ചു. തവാഫ് പൂർത്തിയാക്കി. ഈ പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സഹാബി, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, തവാഫ് നിർത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് പുറത്തേക്ക് പോയത്? പോയിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ തവാഫ് ആരംഭിച്ചുവല്ലോ, തവാഫ് മുടക്കിയിട്ട് അങ്ങോട്ട് പോയതാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞു അത്രേ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അവന്റെ ആവശ്യം അയാൾ പൂർത്തീകരിച്ചു കൊടുത്താൽ അയാൾക്ക് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പോയിട്ട് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നേടിയെടുത്തിട്ടാണ് വരുന്നത്. എനിക്ക് തിരിച്ചു വന്ന് തവാഫ് ചെയ്യാനും പറ്റി. ഞാൻ പോകാതിരുന്നെങ്കിൽ എനിക്ക് ആ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നേടിയെടുക്കാൻ കഴിയില്ലായിരുന്നു. ഒരാൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പുറപ്പെട്ടു, പക്ഷേ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ഉംറയുടെ കൂലി, പുറപ്പെട്ടതിന്റെ പേരിൽ ഒരു ഉംറയുടെ കൂലിയുണ്ട് എന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹു അവர்கள் പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സഹോദരന്റെ ഏതെങ്കിലും ദുന്യവിയായ ഉഖ്റവിയായ ഒരു ആവശ്യം, ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ വേണ്ടി, ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നാം ഇറങ്ങിയാൽ അതിനും ഹജ്ജിന്റെ കൂലിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ? നാട്ടിൽ നിന്നുകൊണ്ട് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ അമലുകളാണിത്. ഈ അമലുകൾ ശ്രദ്ധിച്ചാൽ ഹാജിമാർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, എട്ടാമത്തെ അമൽ ഞാൻ ചുരുക്കി പറയാണ്. എട്ടാമത്തെ അമൽ എന്താണെന്നറിയുമോ? ഒരു സഹാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് ജിഹാദിന് പുറപ്പെടണമെന്ന് വലിയ കൊതിയുണ്ട്, പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല, എനിക്കതിന് കഴിയുന്നില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് തിരിച്ചു ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും? എന്റെ ഉമ്മ ജീവനോടെ ഇരിപ്പുണ്ട്, എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പഠിപ്പിക്കുകയാണ്, ഖാബിലില്ലാഹ ഫീ ബിർരിഹ, മാതാവിനോട് നല്ല നിലയിൽ പെരുമാറിക്കൊണ്ട് നീ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുക. നിന്റെ മാതാവ് നിന്നിൽ തൃപ്തിപ്പെട്ടാൽ, മാതാവിനോട് നല്ല നിലയിൽ പെരുമാറിയതിന് നിനക്ക് ഒരു ഹജ്ജിന്റെ പ്രതിഫലം, പൂർണ്ണമായ താമായ
ഒരു ഹജ്ജിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളോടുള്ള കടമകൾ വല്ലാതെ തള്ളപ്പെടുന്ന ഈ കാലത്ത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തോടെ കരുണയോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾ മക്കളിൽ നിന്ന് അന്യമാകുന്ന ഈ കാലത്ത് ഇക്കാര്യം നമ്മൾ നന്നായി പഠിച്ചിരിക്കുകയും മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്, അവരുടെ ഒരു തൃപ്തി നേടിയെടുക്കുന്നതിന്, അവരുടെ ഒരു ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് ഹജ്ജിന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, 9ാമത്തെ അമൽ, അതും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമലാണ്. ഏതെങ്കിലും ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം പഠിച്ചാൽ അവന് ഹജ്ജിന്റെ കൂലിയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഗദാ ഇലാ മസ്ജിദിൻ, ഒരാൾ ഒരു പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഇൽമൻ ഔ യുഅല്ലിമഹു, രാവിലെ പള്ളിയിലേക്ക് വരികയാണ്, ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കണം, അതിനുവേണ്ടി മാത്രം വരുന്നതാ, അല്ലെങ്കിൽ ഒരു ഹദീസ് കേൾക്കണം, അതിനുവേണ്ടി മാത്രമാണ് ആ പള്ളിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അയാൾ പള്ളിയിലേക്ക് പോകുന്നത് ജനങ്ങൾക്കൊരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ അർത്ഥം ജനങ്ങളെ കേൾപ്പിക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമാണ് അയാൾക്ക് വരുന്നതിനും പോകുന്നതിനും ഒക്കെയുള്ളൂ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്, അവന് ഒരു ഹാജിയുടെ പ്രതിഫലം ലഭിക്കും. താമിൻ ഹജ്ജതുഹു, സമ്പൂർണമായ ഹജ്ജ് ചെയ്ത ഒരാളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന്. ഏതെങ്കിലും ഒരു മജ്ലിസിൽ പങ്കെടുത്ത്, ഇൽമിന്റെ മജ്ലിസുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു മജ്ലിസിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ഒരു നല്ല കാര്യം പഠിച്ചാൽ അതിനും ഹജ്ജിന്റെ സമ്പൂർണമായ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത്തെ അമൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സഹോദരങ്ങളെ, അത് ഭർത്താവിന് നല്ല നിലയിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഭാര്യയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. ആ പ്രതിഫലം പറയുന്നതിന് മുമ്പ് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ എന്ന മിടുക്കിയായ ഒരു സഹാബി വനിതയുടെ ചരിത്രം നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പേരാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് ഭയങ്കരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ അതുവരെയും ഒരു സ്ത്രീയും നബി തങ്ങളുടെ അടുക്കൽ വന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, അസ്മാ റളിയല്ലാഹു തആല അൻഹ, നബിയെ, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതല്ല, എന്റെ പിറകിലുള്ള ഒരുപാട് സഹോദരിമാരുടെ എല്ലാവരുടെയും ഒരു റെപ്രസെന്റേറ്റീവായാണ്, ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിലുള്ളത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് ആമുഖത്തോടെ നബി തങ്ങളുടെ അടുക്കൽ അസ്മാ റളിയല്ലാഹു തആല അൻഹ അവர்கள் വന്നു. സ്ത്രീകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അവരുടെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം, അതിനെപ്പറ്റിയൊക്കെ വല്ലാതെ വേവലാതിപ്പെടുന്ന ലിബറലുകൾക്ക് ഈ സംഭവം വലിയ ഒരു തെളിവാണ് കേട്ടോ. അസ്മാ റളിയല്ലാഹു തആല അൻഹ ഈ ആമുഖം പറഞ്ഞിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിക്ക് കാത്തു നിന്നു. നബി തങ്ങൾ പറഞ്ഞു, എന്തായാലും ചോദിക്കുക അസ്മാ. അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ സ്ത്രീകളാണ്, വീടുകളിൽ കഴിയുന്നവരാണ്, മക്കളെ നോക്കുന്നവരാണ്, ഭർത്താക്കന്മാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരാണ്, അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരോ, അവർ പുറത്തു പോകുന്നവരാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എത്രയോ അമലുകൾ ഈ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്നു. അവർക്ക് ജിഹാദിൽ പങ്കെടുക്കാൻ കഴിയുന്നല്ലോ നബിയെ, അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്ത് ഹജ്ജിനും ഉംറയ്ക്കുമെല്ലാം പോകാൻ സാധിക്കുന്നല്ലോ നബിയെ. അവർ ഹജ്ജിനും ഉംറയ്ക്കുമെല്ലാം പോകുമ്പോ അവരുടെ മക്കളെ നോക്കിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കുകയാണല്ലോ, ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലെ. പ്രവാചകരുടെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ അന്നാട്ടിലെ പുരുഷ മേധാവിത്വത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അമലുകളിലുള്ള ഈ വ്യത്യസ്തതയെക്കുറിച്ച് ആ സ്ത്രീ തന്റെ സംശയം നബിയോട് ചോദിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എന്നിട്ട് സഹാബാക്കളോട് തിരിഞ്ഞെന്ന് ചോദിച്ചു, ഇത്രയും ധീരതയോടെ ഈ ചോദ്യം ചോദിക്കുന്ന മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, കണ്ടിട്ടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം
അസ്മാ റളിയല്ലാഹു തആല അൻഹാക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ ഭർത്താക്കന്മാർ ജിഹാദിന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാർ യാത്രകൾക്ക് പുറപ്പെടുന്നുണ്ടെങ്കിൽ, ഹജ്ജിനും ഉംറയ്ക്കും അവർ യാത്രയാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ അവരുടെ മക്കളെ നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിന്, അവരുടെ മക്കളെ നോക്കുന്നതിന്, അവരില്ലാത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ ഭർത്താക്കന്മാർക്ക് എന്ത് പ്രതിഫലം അല്ലാഹു വെച്ചിട്ടുണ്ടോ അത് മുഴുവനും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്, അനുസരണയുള്ള ഭാര്യമാർക്ക് ആ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അസ്മാ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഈ മറുപടി കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രംഗത്തെ സ്വഹാബാക്കൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഞാനിത് നേടിയെടുത്തിരിക്കുന്നു എന്ന ഭാവത്തിൽ വീട്ടിലിരുന്നാൽ പോലും സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ അനുസരിച്ചാൽ ഭർത്താക്കന്മാർ ചെയ്യുന്ന അമലുകളുടെ, പുരുഷന്മാർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം വീട്ടിലിരുന്ന് നേടിയെടുക്കാൻ കഴിയും എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അസ്മാ റളിയല്ലാഹു തആല അൻഹ അവர்கள் മജ്ലിസിൽ നിന്ന് മടങ്ങിപ്പോയി എന്ന് സ്വഹാബാക്കൾ അവരുടെ റിവായത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, വിശദമായ കുറെ സംഭവങ്ങളാണ്. ഓരോ അമലുകളും ധാരാളമായി വിശദീകരിക്കേണ്ടതുമാണ്. 10 അമലുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ 10 അമലുകൾ നമുക്ക് നാട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകളാണ്. ചെയ്താൽ നമ്മുടെ ഹാജിമാർ അവർ പരിശുദ്ധമായ ഹറമുകളിൽ ചെന്ന് ത്യാഗത്തോടെ ചെയ്യുന്ന ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഈ അമലുകൾ കൊണ്ട് നമുക്ക് നാട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയും എന്ന്, നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ ഹദീസുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി മനസ്സിലാക്കുന്നവരിലും നല്ല അമലുകൾ കൂടുതലായി ചെയ്യുന്നവരിലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഖുതുബയ്ക്ക് കയറുന്നതിന് മുമ്പ്